പച്ചരി, ഉഴുന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ വേറൊന്നും ഇടത്തില്ല. ഉലുവയോ ഒന്നുമില്ല. ഇത് പച്ചരി. ഇത് റേഷൻ കടയിലെ പച്ചരിയാണ്. ഇരുന്നാഴി പച്ചരി, നാഴി ഉഴുന്ന്. ആദ്യം ഉഴുന്ന് മാത്രം അരയ്ക്കുക. ഉഴുന്ന് അരച്ച് ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി രണ്ടാമത് പച്ചരി മാത്രം ജാറിലിട്ടിരിക്കുക. പച്ചരി മാത്രം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ചോറോ ചാക്കരിയോ മറ്റൊന്നുമില്ല. ഈ പച്ചരി മാത്രം അരയ്ക്കൂ. അപ്പോൾ ഇന്നലെ വൈകിട്ട് 5:30 ആയപ്പോൾ ഞാൻ അരച്ച് വെച്ച മാവ്, അരിയും ഉഴുന്നും മാത്രം അരച്ച് വെച്ചിട്ട് ഇപ്പോൾ രാവിലെ തുറന്ന് നോക്കി നല്ലതായിട്ട് കുതിർന്നിരിക്കുമായിരുന്നു മാവ്. ഇത് കാണുമ്പോൾ അറിയാമല്ലോ നല്ലതായിട്ട് കുതിർന്നതാണെന്ന്. അപ്പോൾ ഈ അരിയും ഉഴുന്നും മാത്രം അരച്ചാൽ മതി, നല്ലതായിട്ട് കുതിരും. പക്ഷേ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളേ ഉള്ളൂ. ഒരു 4 മണിക്ക് ശേഷം, ഒരു 4:30-ക്കോ 5 മണി 5:30 അതിനപ്പുറം അങ്ങോട്ട് പോകരുത് അരയ്ക്കാൻ. പിന്നെ ഇത് ഒരുപാട് വെള്ളത്തിൽ അരച്ച് വയ്ക്കരുത്. ഒരുപാട് വെള്ളം അരി അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിലാക്കരുത്. ഇതേ രീതിയിലിരിക്കണം. ഇത് ഉപ്പ് ചേർക്കാൻ പോവുക. അപ്പോൾ ഈ ചോറും ചാക്കരിയും ഒന്നും ചേർക്കേണ്ട. മാവ് നല്ല ടെക്സ്ചറിലെത്താൻ വേണ്ടിയിട്ട് പിന്നെ ചെറിയ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നേരത്തെ അരച്ച് വയ്ക്കുക. പിന്നെ ഇപ്പോൾ തണുപ്പുള്ള സമയത്താണെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ പുറത്തായിട്ട്, പിന്നെ പാത്രത്തിനേക്കാൾ ചെറുതായിരിക്കണം ഇത് മാവ് വയ്ക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുപ്പിൽ ശകലം തീ കൂട്ടിയിട്ട് തീ കുറേ സമയം നിൽക്കണം. പാചകത്തിൽ കുറച്ച് തീ ആക്കിയിട്ട് ഇത് ചൂടാക്കിയിട്ട് ഈ മാവെടുത്ത് ആ ചൂടുള്ള പ്രദേശത്തോട്ട് വെച്ചിരുന്നാൽ മതി.